ഹലോ, ബാക്ക് ടു AK റിവ്യൂ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളോട് വന്നിരിക്കുന്ന സൂക്ഷ്മദർശിനി എന്ന സിനിമ കാണാൻ വന്നിരിക്കുകയാണ്. 9 മണിക്ക് ഷോ കാണാൻ വന്നിരിക്കുകയാണ്. സ്ക്രീൻ 1-ലാണ്. നാളെ രാവിലെ അഭിപ്രായം വിടുന്നതായിരിക്കും. അതുവരെയും കാത്തിരിക്കുക. ടിക്കറ്റ് ഫുള്ളായി തോന്നുന്നു ഓൺലൈനിൽ. അപ്പോൾ സിനിമ ഇന്നലെ കണ്ടു. എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ എൻ്റെ പൊന്നോ, ഒരു രക്ഷയില്ല കേട്ടോ. സൂപ്പർ ഫിലിം, സൂപ്പർ പടം, കിഡില. ഇത്ര നല്ല സസ്പെൻസ് പടം ഈ അടുത്ത് ഒരു പടം കണ്ടില്ല. ഒരു പീക്ക് മലയാളം മൂവി എന്ന് പറയാം. വൺ ഓഫ് ദ ബെസ്റ്റ് പടം എന്ന് ഞാൻ പറയും. കാരണം ഒരു രക്ഷയില്ല. എനിക്ക് ഒരു സിനിമ തുടങ്ങി എനിക്ക് ഒരു ഇഞ്ച് പോലും അടിച്ചില്ല. 2.5 മണിക്കൂർ ശരിക്കും തിയേറ്റർ പിടിച്ചിരുത്തി. ഒരു സീറ്റ് എഡ്ജഡ് സസ്പെൻസ് ത്രില്ലറാണ്. സിനിമയുടെ ഫസ്റ്റ് ഹാഫ് എടുത്ത് പറയുകയാണ്. ഫസ്റ്റ് ഹാഫ് ആസ് യൂഷ്വൽ അടിപൊളി, ഒട്ടും ബോറടിപ്പിക്കാതെ വളരെ കിടിലുമായിട്ട് നല്ല ഗംഭീരം ആദ്യ പകുതിയായിട്ട് എനിക്ക് തോന്നി. പ്രത്യേകിച്ച് ഇൻ്റർവെൽ എടുക്കുന്ന ആ സീൻസൊക്കെ ഭയങ്കര ഭയങ്കര ഒരു ത്രില്ലിങ് എലമെൻസ് ആയിട്ടൊക്കെ എനിക്ക് നമ്മളെ പിടിച്ചെടുത്തുന്ന പോലെ. ഇപ്പോൾ പിന്നെ എന്താണ് അടുത്തത്, എന്താ നടക്കേണ്ടത്, അടുത്തത് എന്താണെന്ന് അറിയാനുള്ളൊരു ആകാംക്ഷയിലൂടെ പിടിച്ചെടുത്തിയൊരു ആദ്യ പകുതിയായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇൻ്റർവെൽ എടുക്കുമ്പോൾ സിനിമയുടെ ട്രാക്ക് അങ്ങ് മാറുക. പിന്നെ സെക്കൻഡ് ഹാഫാണെങ്കിൽ ഒന്നും പറയാൻ കുറേ ട്വിസ്റ്റുകൾ കുറേയൊക്കെ ഞെട്ടിച്ചിട്ട് സെക്കൻഡ് ഹാഫ് എന്ന് പറയാം. പിന്നെ അത്യാവശ്യം എൻ്റെ സിറ്റുവേഷൻ കോമഡി ഒക്കെ സിനിമയിലുണ്ട്. അതൊക്കെ എനിക്ക് പേഴ്സണലി നല്ല ഇഷ്ടപ്പെട്ടു. പിന്നെ ബേസിലും നസ്രിയയും രണ്ടുപേരും തകർത്ത് അഭിനയിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് നസ്രിയ ഒരു 4 കൊല്ലമായിരുന്നു തോന്നുന്നു അവർ ലാസ്റ്റ് അഭിനയിച്ച ഏതായിരുന്നു, ട്രാൻസ് മറ്റേ ഫഹദിൻ്റെ പടത്തിൽ. അതിലവരിങ്ങനെ പ്രത്യേകിച്ച് ഉറപ്പിക്കലായിട്ട് തോന്നിയെങ്കിലും ഒരു 4 വർഷത്തിന് ശേഷം അവരൊരു കംബാക്ക് എന്ന് പറയാം. കാരണം അവരുടെ തുടക്കം തൊട്ട് അവസാനം വരെ അവർ ഇതുവരെ കരിയറിൽ ചെയ്ത ബെസ്റ്റ് പ്രകടനം വേണമെങ്കിൽ എടുത്ത് പറയാം. കാരണം അത്ര ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട് നസ്രിയ എന്നത്. ഒരു കൂടുതൽ ഞാൻ പറഞ്ഞ് സ്പോയിലാക്കുന്നില്ല. പിന്നെ ബേസിൽ ആസ് യൂഷ്വൽ പുള്ളിയുടെ റോള് നന്നായി ചെയ്തിട്ടുണ്ട്. പിന്നെ പറയാനാണെങ്കിൽ കുറേ ട്വിസ്റ്റുകൾ തന്നെ, പക്ഷെ ഞാനത് സ്പോയിലില്ല. നിങ്ങളത് തിയേറ്ററിൽ തന്നെ പോയി കാണുക, അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. മൊത്തത്തിൽ ഈ സിനിമ ഒരു കിടിലമാണ്. പിന്നെ ഈ സിനിമയിൽ എല്ലാവരും അവരുടെ റോള് നന്നായി കൈകാര്യം ചെയ്തിട്ടുണ്ട്. BGM മ്യൂസിക്കും ഒക്കെ വളരെ നൈസായിരുന്നു മൊത്തത്തിൽ. പിന്നെ സിനിമ ക്ലൈമാക്സ്, സെക്കൻഡ് ഹാഫ് കിടുക്കി. ക്ലൈമാക്സ് ആണെങ്കിൽ ജസ്റ്റ് ഡ്രോപ്ഡ്. ആ ക്ലൈമാക്സ് എടുക്കുന്ന 20 മിനിറ്റൊക്കെ വേറെ ഒരു ഗംഭീര ട്വിസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ശരിക്കും വർക്കായിട്ട് അത് ഒട്ടും അൺപ്രഡിക്റ്റബിൾ ട്വിസ്റ്റുകളുണ്ട് ഈ സിനിമയിൽ. അത് നിങ്ങൾ പോയി കാണണം. ഒരു രക്ഷയില്ലാത്ത പടമാണ്. ഈ അടുത്ത് ഞാൻ കണ്ടതിലെ ബെസ്റ്റ് പടം എന്ന് ഞാൻ പറയും. കിഷ്കിന്ധകാന്തം, ദൃശ്യം ലെവലിലൊക്കെ നമ്മൾ ആ ത്രില്ലർ ഫീൽ ചെയ്യിക്കുന്ന രീതിയിലായിരുന്നു ഈ സിനിമ. പക്ഷേ ഞാനെടുത്ത് പറയുകയാണെങ്കിൽ ഈ 2 സിനിമകളും അങ്ങനെ ദൃശ്യവും സിനിമ സസ്പെൻസ് രീതിയിലാണെങ്കിലും കിഷ്കിന്ധകാന്താണെങ്കിൽ സസ്പെൻസും ഈ ഇമോഷണൽ ട്വിസ്റ്റുമായിട്ട് കാണിച്ചിരുന്നു. പക്ഷേ ഈ സിനിമ നമ്മൾ ഇതിനേക്കാളും കുറച്ചുകൂടി ഒരു വേറെ ലെവലെന്ന് വേണമെങ്കിൽ പറയാൻ തോന്നിക്കും. കാരണം അത്രയും ഗംഭീരമായിരുന്നു. എന്നു വെച്ചാൽ 2-നേക്കാളും മികച്ചത് എന്നൊന്നും ഞാൻ പറഞ്ഞില്ല. ഇതിനങ്ങനെ നമുക്ക് പെട്ടെന്ന് വെറുതെ കമ്പയർ ചെയ്യാൻ കഴിയില്ല. കാരണം ദൃശ്യം നമ്മളെ സ്ലോ പേസ്, ദൃശ്യവും പിന്നെ കിഷ്കിന്ധകാന്തം നമ്മളെ സ്ലോ പേസ് വെച്ച് നമ്മളെ സസ്പെൻസും ഇമോഷണൽ ട്വിസ്റ്റും കണക്ട് ചെയ്ത പടമാണ്. പക്ഷേ ഈ സിനിമയിൽ ഇമോഷണൽ ട്വിസ്റ്റല്ല, മറിച്ച് സസ്പെൻസും പറയാൻ കൊള്ളാന്ന് പറഞ്ഞാൽ ട്വിസ്റ്റുകളൊക്കെ ഒരുപാടുണ്ട്. ത്രില്ലടിപ്പിച്ച് പോകുന്ന സൂക്ഷ്മദർശിനി ഒരു മികച്ച ദർശനം എന്ന് വേണമെങ്കിൽ എടുത്ത് പറയാം. മൊത്തത്തിൽ ഈ സിനിമ എനിക്ക് തിയേറ്ററിൽ തന്നെ കാണേണ്ട പടം തോന്നി. ഒന്നും പറയാനില്ല. ഇറ്റ് വാസ് ജസ്റ്റ് റോക്ക്ഡ്. ക്ലൈമാക്സ് ഒരു രക്ഷയില്ല. ഒറ്റ ആകെ വന്ന കിഡില. അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. മൊത്തത്തിൽ ഈ സിനിമ ഇഷ്ടപ്പെട്ടു ഭയങ്കരമായിട്ട്. ഈ സിനിമയുടെ ഡയറക്ടർ
MC ജിതിൻ എന്നാണ് പറഞ്ഞത്. ഇന്നലെ ഈ സിനിമയുടെ റിവ്യൂ പറയുമ്പോഴാണ് ഈ ഡയറക്ടറുടെ മുഴുവൻ പേര് എനിക്ക് കിട്ടിയത്. MC ജിതിൻ. പുള്ളിയുടെ അരങ്ങേറ്റം, പുള്ളിയുടെ സംവിധാനം തുടങ്ങുന്ന അരങ്ങേറ്റം പുള്ളി വളരെ ഗംഭീരമായിട്ട് എക്സിക്യൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നല്ല അടിപൊളി സ്ക്രിപ്റ്റ് കൊണ്ടാണ് പുള്ളി ഈ സിനിമ തിയേറ്ററിലേക്ക് ഇറക്കിയിരിക്കുന്നത്. അപ്പം അത്രേ ഉള്ളൂ. പിന്നെ വേറൊരു കാര്യം ഞാൻ നിങ്ങളടുത്ത് പറയാം. കഴിഞ്ഞ ആഴ്ച ഇതിനേക്കാളും വലിയ റിലീസ് കൊടുത്തൊരു പടമുണ്ട്. എല്ലാവരെയും വട്ടത്തിൽ ഇതാക്കി തന്നൊരു പടം. അതാണ് ഞാൻ പ്രത്യേകിച്ച് പറയണ്ടല്ലോ. കങ്കുവ. എനിക്ക് ഇതിൽ നിന്നൊരു കാര്യം മനസ്സിലായി. ചെറിയ സിനിമകൾ നമ്മൾ ഒരിക്കലും നിരാശപ്പെടില്ല. കാരണം ആ സിനിമകളിൽ നമ്മൾ അങ്ങനെ കാര്യമായിട്ട് കൂടുതൽ പ്രതീക്ഷിക്കില്ല. പക്ഷെ വലിയ സിനിമകൾ നമ്മൾ പേടിക്കേണ്ടി വരും. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് കങ്കുവ. അതിന് ഒറ്റ കാരണം ആ ഡയറക്ടറിൻ്റെ അശ്രദ്ധ കാരണം കൊണ്ട് ആ പടം എങ്ങനെയോ പൊളിഞ്ഞു പോയി. പലതരക്ക് ഞാൻ ആ സിനിമയിൽ രക്ഷപ്പെട്ടു. പക്ഷെ ചെറിയ സിനിമകൾ നമ്മൾ ഒരിക്കലും തീരെ നിരാശപ്പെടുത്തില്ല. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഇന്നലെ ഞാൻ കണ്ട സൂക്ഷ്മദർശിനി. പിന്നെ വേറെ നല്ല സിനിമകൾ അറിയിട്ടുണ്ട്. പക്ഷെ ഇതാണ് ബെസ്റ്റ് എന്ന് പറയാം ഞാൻ. ഏറ്റവും ഈ അടുത്ത് ഇറങ്ങിയതിൽ ഒന്നും പറയാനില്ല. ധൈര്യമായിട്ട് പോയി ടിക്കറ്റ് എടുത്ത് ഫാമിലിയായിട്ടും ഫ്രണ്ട്സിനായിട്ട് പോയി തിയേറ്ററിൽ പോയി കണ്ടോളൂ. അത്രേ ഉള്ളൂ. ഒരു ടോട്ടലി മസ്റ്റ് വാച്ച് പടം എന്ന് ഞാൻ പറയും. അപ്പം അത്രേ ഉള്ളൂ. സൂക്ഷ്മദർശിനി എന്ന സിനിമയ്ക്ക് ഞാൻ കൊടുക്കുന്ന റേറ്റിംഗ് 5/5. നസ്രിയയുടെ ഒരു കംബാക്ക് എന്ന് പറയാം 4 കൊല്ലത്തിന് ശേഷം. അത്രേ ഉള്ളൂ. പോയി ടിക്കറ്റ് എടുത്ത് കണ്ടോ. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ സിനിമ നിങ്ങൾ കണ്ടതാണെങ്കിൽ താഴെ നിങ്ങളുടെ കമൻറ്റ് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയ്ക്ക് വരാം. അതുവരേക്കും സുലാൻ.